ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ഫസ്റ്റ് വീഡിയോ. ഫസ്റ്റ് തന്നെ ഞാനൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും കുറച്ചേറെ ലഗേജസും ബാക്ക് സീറ്റിലുണ്ട്. എന്തായാലും എവിടെയാണ് പോകുന്നത് എന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഇത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഞാൻ സ്റ്റേ ചെയ്യുന്നതും ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ്. ആൻഡ് ഇതിൽ ഇടാൻ പോകുന്ന ഓരോ വീഡിയോസും ഞാൻ അത്രയേറെ ആഗ്രഹിച്ച് ഇടുന്ന ഓരോ വീഡിയോസായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഡു സബ്സ്ക്രൈബ് ഫോർ ഡെയിലി വ്ളോഗ്സ്, ക്രിയേറ്റീവായിട്ടുള്ള തിങ്സിനായിട്ടൊക്കെ. ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ട്. ചെക്കിങ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇമിഗ്രേഷൻ കൗണ്ടറിലോട്ട് പോവുകയാണ്. അതുകൂടി കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ടൈമും കൂടെ ഉണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെസ്റ്റിൻ്റെ ആവശ്യം ഇപ്പോൾ തൽക്കാലം ഇല്ല. എന്നാലും നമ്മൾ ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഇവിടെ നിന്ന് വാങ്ങാമെന്ന്. ബാക്കി എല്ലായിടത്തും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു അപ്പോളോ ഫാർമസിയിൽ വിലക്കുറവുണ്ടായിരുന്നു. സോ വി ബോട്ട് സംതിങ് ഫ്രം ദ. പിന്നെ എൻ്റെ ഫേവറേറ്റ് മുഗു അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ആൻഡ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മളുടെ ഫ്ലൈറ്റിന് സമയമായിട്ടുണ്ട്. ഇനി ഞാൻ മറച്ചു വയ്ക്കുന്നില്ല, ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് പറയാം. നമ്മൾ മാൽദീവ്സിലോട്ടാണ് പോകുന്നത്. മാൽദീവ്സിൽ ഞാനൊന്ന് ഗ്രോണപ്പ് ആയതിനു ശേഷം സെക്കൻഡ് ടൈമാണ് പോകുന്നത്. പക്ഷേ ഞാൻ ഇൻഫൻ്റ് ആയിരുന്നപ്പോൾ മാൽദീവ്സിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുമ്പോൾ നമ്മളുടെ ആ ഒരു ചെവി വേദന അൺസഹിക്കബിളാണ്. പിന്നെ വേദന സഹിച്ചിട്ട് ഇതൊക്കെ ഒന്ന് കഴിച്ചു. ഞാൻ അങ്ങനെ പൊതുവേ കാഷ്യൂസ് പിന്നെ ഈ ഒരു ഗ്രീൻ പീസിൻ്റെ ആ ഒരു സംഭവമൊന്നും കഴിക്കാറില്ല. പിന്നെ എന്തോ ഒരു വിശപ്പ് അങ്ങനെ കഴിച്ചതാണ്. മൈ ഹസ്ബൻഡ് ഈസ് എ ഹ്യൂജ് ഫാൻ ഓഫ് ദീസ് ഐറ്റംസ്. ഒറ്റ ഇരിപ്പിലിരുന്ന ആൾ കുറേ കഴിക്കും. അങ്ങനെ ഒരു 1.5 മണിക്കൂർ, ഐ ഗെസ് 1.5 മണിക്കൂർ എടുത്ത് നമ്മൾ മാൽദീവ്സ് വെലാന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ലഗേജസ് ഒക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ വാപ്പാടെ സിസ്റ്റർ റിസീവ്ഡ് us വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ബൊക്കറ്റ്. ഇനി നമ്മൾ ആളുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. കുറച്ച് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, അറ്റ് ഹുലുമാലെ. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവിടെ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ അധികം കറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്രാവശ്യം കുറച്ച് റൗണ്ടിങ്ങിനൊക്കെ പോകും. ഐ ഗെസ് ഐ മേ ടേക്ക് വീഡിയോസ് ഓഫ് ദാറ്റ് ഓൾ. ഗെസ്സിങ് അല്ല, എന്തായാലും ഞാൻ വീഡിയോസ് എടുക്കും. അതാണ് എൻ്റെ മെയിൻ ഹോബി. ആൻഡ് ഹോബിയല്ല, ഐ വോണ്ട് ടു മേക്ക് എ പാഷൻ ഔട്ട് ഓഫ് ഇറ്റ്. എനിക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ അറിയാമോ എന്ന് അറിയില്ല, സൽഹ ക്രിയേഷൻ എന്നാണ് പേര്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെയാണ് ആ ഒരു ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അവരുടെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് രാത്രി പുറത്തിറങ്ങി റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീച്ചിൽ വന്നു. മാൽദീവ്സിൽ വന്നിട്ട് ബീച്ച് കാണാണ്ടിരിക്കുന്നത് നടക്കാത്തൊരു കാര്യമാണ്. പിന്നെ ദിസ് ഈസ് മൈ ഫേവറേറ്റ് ജ്യൂസ് പെട്ടി. പിന്നെ കുറച്ച് ഗുലാബ് ജാമുൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുലാബ് ജാമുൻ നമ്മളെ നാട്ടിൽ തന്നെ കൊള്ളാം. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിലെ ഹോം മെയ്ഡ് ഫുഡ് കഴിച്ചു. 9th ഫ്ലോറിലാണ് ഇവരുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു മൂണിൻ്റെ വ്യൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ മാൽദീവ്സ് വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമല്ലേ.